കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിലുള്ള തവനൂർ ഖാദി നെയ്ത്തു കേന്ദ്രത്തിലെ തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പ്രതിസന്ധിയിൽ. കേരള ഗാന്ധി കെ കേളപ്പൻ സ്ഥാപിച്ച ഖാദി നെയ്ത്ത് കേന്ദ്രത്തിലെ വനിതാ തൊഴിലാളികളാണ് സർക്കാരിൽ നിന്നുമുള്ള മിനിമം വേതനം ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുന്നത്. സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി കേരള ഗാന്ധി കേളപ്പജി തവനൂരിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്തു കേന്ദ്രമാണിത്. പിന്നിട്ട വഴികളിൽ ഒട്ടേറെ തവണ പ്രതിസന്ധി നേരിട്ട ഈ സ്ഥാപനം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 14 മാസത്തോളമായി ഇവിടെയുള്ള തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്നുള്ള മിനിമം വേതനം ലഭിക്കുന്നില്ല. കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഓരോ മുണ്ടിനും അനുവദിക്കുന്ന തുച്ഛമായ കൂലി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 36 തൊഴിലാളികളാണ് നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ജോലിയെടുക്കുന്നത്. ഞങ്ങൾക്ക് കുറേയായി പൈസകളൊക്കെ കിട്ടിയിട്ട് ഓണാണ് വരുന്നത്. ഓണാണെന്ന് എല്ലാ പ്രാവശ്യം പറയും, പക്ഷെ കിട്ടാറില്ല. 3 മാസത്തും കൂട്ടിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പോകും, പക്ഷെ ഒന്നും കിട്ടലില്ല. ഞങ്ങൾക്ക് പൈസ വളരെ മോശമാണ് ഇവിടെ അവസ്ഥ. ഞങ്ങൾ ദിവസം വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞങ്ങളിവിടെ വന്നിട്ട് 7 വർഷമായി. ഈ 7 വർഷം ഞങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. പണിയെടുത്ത് ആ ഒരു പൈസ മാത്രമേ ഉള്ളൂ. 15 മാസത്തെ DA മുടങ്ങി കൊടുക്കുകയാണ്. 2 പേർ ചേർന്നാണ് ഒരു മുണ്ട് നെയ്തെടുക്കുന്നത്. ഒരു ദിവസം പരമാവധി 1 അല്ലെങ്കിൽ 2 മുണ്ടുകളാണ് നെയ്തെടുക്കുക. ഒരു മുണ്ട് നെയ്താൽ എല്ലാ ആനുകൂല്യങ്ങളും മിനിമം വേതനവും അടക്കം 2 പേർക്കുമായി അനുവദിച്ചിരുന്നത് 590 രൂപയാണ്. എന്നാൽ കഴിഞ്ഞ 14 മാസമായി ഒരു മുണ്ട് നെയ്താൽ ഒരാൾക്ക് നൽകുന്നത് 95 രൂപ മാത്രമാണ്. DAയും മിനിമം വേതനവും ഇവർക്ക് ലഭിക്കുന്നില്ല. കൃത്യമായിട്ട് മാസാമാസങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളായ മിനിമം വേജസും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയാണെങ്കിൽ ഈ മേഖല നിലനിന്ന് പോവുകയാണ്. ആനുകൂല്യങ്ങൾ നിർത്തിയതിനു പുറമെ നെയ്ത്തുകൂലിയും യഥാസമയം അനുവദിക്കുന്നില്ലെന്ന് പറയുന്നു. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ ഓണത്തിന് മുൻപ് ലഭ്യമാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഓണം അടുത്തെത്തിയിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എന്നതാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രധാന പരാതി. സർക്കാർ ഇതിൽ ഇടപെടുമെന്നാണ് ഇവരുടെ വിശ്വാസം. തവനൂരിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.